ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ജാമ്യാപേക്ഷ തള്ളി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട കോടതി ഈ മാസം 14 വീണ്ടും ഹർജി പരിഗണിക്കും. ഈ ഘട്ടത്തിൽ മുഖ്യപ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചു. ഇന്നെങ്കിലും ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാറിനുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ വിജിലൻസ് കോടതിയുടെ തീരുമാനത്തോടുകൂടി ആ ഒരു പ്രതീക്ഷ അസ്ഥാനത്തായി എന്ന് പറയേണ്ടി വരും. കാര്യം അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ തന്റെ അറസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വാദം. ഒപ്പം തന്നെ തന്റെ ബന്ധുക്കളോട് ഈ കാര്യം അറിയിക്കാൻ സാധിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും പത്മകുമാറിന്റെ അഭിഭാഷകൻ കോടതിയിൽ ബാധിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ ആ വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തത്. പ്രോസിക്യൂഷൻ പറഞ്ഞത് കോടതിയിൽ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മകനടക്കമുള്ള ആൾക്കാർ കോടതിയിലുണ്ടായിരുന്നു. ബന്ധുക്കളോട് സംസാരിക്കാനുള്ള അവസരം ആ സമയത്ത് നൽകുകയും ചെയ്തിരുന്നു. അതിൽ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് തന്നെയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നുള്ള ഒരു കാര്യം കൂടി ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചു. അപ്പം തന്നെ പത്മകുമാർ ഉന്നയിച്ച മറ്റൊരു കാര്യം, ഈ കേസിന്റെ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നാളായി ജയിലിൽ കിടക്കുന്ന തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നുള്ള ആവശ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ആ വാദങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ജാമ്യം അനുവദിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് വിജിലൻസ് കോടതി എത്തുകയായിരുന്നു. വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയ ഒരാൾക്ക് പോലും ഇതുവരെ ഇവിടെ നിന്ന് ജാമ്യം ലഭിച്ചിട്ടില്ല. ഇനി പത്മകുമാറിന് ഹൈക്കോടതിയാണ് സമീപിക്കാൻ സാധിക്കുക. അതുവരെ ജയിലിൽ തന്നെ തുടരേണ്ട സ്ഥിതിയാണ് എന്നുള്ളത്. ഇന്ന് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ള മുരാരി ബാബു, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, കേസിലെ 1-ാം പ്രതി, ഇവരുടെ രണ്ടുപേരുടെയും റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയായിരുന്നു. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി അവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഉത്തരവ് കൂടി വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചത്. ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പറഞ്ഞത് 80 ദിവസമായി താൻ ജയിലിൽ കഴിയുകയാണ്. 80 ദിവസമായി ജയിലിൽ കഴിയുന്ന തനിക്ക് ജാമ്യം അനുവദിക്കാനുള്ള നടപടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ ഈ വാദത്തെ പൂർണ്ണമായും എതിർത്തു. ഇത് രാജ്യാന്തര തലത്തിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയെന്ന് സംശയിക്കപ്പെടുന്ന കേസാണ്. ഇപ്പോഴും തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ആ വാദത്തിലേക്കാണ് കോടതി എത്തിയത്. തന്നെയായാലും ഈ കേസിൽ 14-ാം തീയതി, അടുത്ത ബുധനാഴ്ച, ഒരു അന്തിമ വിധി പറയാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോടതി എത്തിയിരിക്കുന്നത്. വലിയ വാശിയേറിയ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത്. ആ വാദപ്രതിവാദങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അതുപോലെ തന്നെ എ പത്മകുമാറിനും മുരാരി ബാബുവിനും ഒരു ജയിലിന് പുറത്തേക്ക് എത്തുക എന്നുള്ളൊരു ലക്ഷ്യം സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല.